എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കടയിലുള്ള പൈസക്ക് സ്വന്തമായിട്ട് പഠിക്കണം എന്നാണ് ആഗ്രഹം. എന്റെ സ്വന്തം പൈസയിൽ പഠിക്കണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യാനുള്ള മെയിൻ കാര്യം. നടക്കും. നിന്നെ ഒരുപാട് പേര് മാതൃകയാക്കട്ടെ. കാരണം ഈ പ്രായത്തില് അച്ഛനെ അമ്മേനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം, അത് വെച്ച് പഠിക്കണം എന്നുള്ള ഒരു നിന്റെ ഒരു വലിയൊരു സ്വപ്നമാണ് അത്, അല്ലേ? നടത്തിയെടുക്കാം. അതിന് പോവാനാണ് ലോയ്ക്ക് പോവാനാണ് ആഗ്രഹം. അതെ, നമുക്ക് ഭാവിയിലേക്ക് നല്ലൊരു വക്കീലിനെയും കൂടി കിട്ടട്ടെ, അല്ലേ? ചിക്കൻ നല്ലി എന്നാണ് കേട്ടോ അതിന് പേരിട്ടിരിക്കുന്നത്. കാരണം കറക്റ്റ് ഇങ്ങനെ ചിക്കൻ പീസുകളല്ല, കുറച്ച് എല്ലൊക്കെ വരുന്ന തരം, അങ്ങനത്തെ തരം കറിയാണ്. ഇന്ന് കേസരി ഉണ്ട്, കിളിക്കൂടുണ്ട്, ഏലാഞ്ചി ഉണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്, റൊമാലി റോളുണ്ട്, കൊഴുക്കട്ട ഉണ്ട്, പിന്നെ മിനി ബർഗർ ഉണ്ട്, ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്, ദെൻ ബ്രോസ്റ്റഡ്, അങ്ങനെ അതൊക്കെയാണ്. ചേച്ചി ഞാനൊരു 17 വയസ്സിൽ ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ എനിക്ക് അതൊന്ന് സപ്പോർട്ട് ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം. വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് തോന്നി എനിക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ, സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ. അപ്പോൾ നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. ഞാൻ ആ കുട്ടിയുടെ തുടർ പഠനമൊക്കെ ഇനി ഇതിൻ്റെ ഒരു വിജയത്തിലാണ് അപേക്ഷിച്ചിരിക്കുന്നത്. നല്ല കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു കോംബോയും ഉണ്ട്. അതായത് 3 പൊറോട്ട, പിന്നെ അതേ ചിക്കൻ്റെ എല്ലും ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കറി, പിന്നെ ഇതുപോലെ ഒരു ലൈം. അസ്നിയുടെ സ്നേഹ സമ്മാനം കാണിച്ചു കൊടുക്കാൻ ഇട്ടിട്ട്. അസ്നി പിന്നെ ഇഷ്ടപ്പെട്ടു. കുപ്പികൾ ഇഷ്ടപ്പെടാതിരിക്കുക. വേണ്ട നല്ല കളറ്, ഇല്ലാത്ത കളറ് കൊള്ളാല്ലേ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ, ഇത് പാറശാല എന്നാണ് ഈ സ്ഥലത്തിന് പറയാം, പാറശാല ജംഗ്ഷൻ. ഇവിടെ വന്നതിൻ്റെ ഒരു വിശേഷം വെച്ചാൽ 18 വയസ്സിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്ന ഒരു മിടുക്കി കുട്ടിയുടെ കഥ പറയാനാണ് കേട്ടോ. ആരുടെയും സപ്പോർട്ടില്ലാതെ അവളും അവളുടെ 2 ഇത്തമാരും കൂടെ ചേർന്നിട്ട് ചെറിയ ഒരു ഷോപ്പ് അങ്ങ് തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ആളുകൾ പരിഹസിച്ചെങ്കിലും ഇന്നിപ്പോൾ എല്ലാവരും അവരെ തേടി വരുന്നുണ്ട്. രുചികരമായ ഭക്ഷണം കൊടുക്കുകയാണ്. മറ്റൊരു വിശേഷം, തിരുവനന്തപുരത്ത് സാധാരണയായി കിട്ടുന്ന ഒന്നുമല്ല അവർ കൊടുക്കുന്നത്, മലബാറിലെ പലഹാരങ്ങളൊക്കെയാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. എന്റെ ഐഡിയ ആയിരുന്നു, പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്തത്. ഈ 17 വയസ്സുള്ള ആൾ ഐഡിയ പറയുമ്പോ നീ എന്തുറപ്പിലാണ് സപ്പോർട്ട് ചെയ്തത്? അവൾ എന്ത് പറഞ്ഞാൽ അവൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആണോ? ഓ ശരി. കുഞ്ഞിലെ പോലെ ഇങ്ങനെയാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ തൊട്ട് ഒരു ബിസിനസ് ചെയ്യണമെന്ന്. അപ്പൊ സമയം 17 വയസ്സില് അതത്ര സമയം ഒന്നല്ല അല്ലേ? ചെറിയ നമ്മളൊന്നും 17 വയസ്സിൽ ഒന്നുമേ ചിന്തിക്കൂല. എന്തായാലും നീ അത് സക്സസ് ആക്കി എടുത്തു. ഇപ്പൊ എത്ര മാസമായി? ഇപ്പം തുടങ്ങിയിട്ട് 2 മാസം ആവാൻ പോണു. 2 മാസം ആവാൻ പോണു. അപ്പൊ എങ്ങനെയാ ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ? ആദ്യമെല്ലാം പ്രതീക്ഷിച്ചില്ല. നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നത്. കഴിച്ചവരെന്തായാലും ഇവിടെ തേടി വരുന്നുണ്ട് അല്ലേ? ഒരാള് ഒരു ദിവസം 2 നേരമെങ്കിലും വരും. അതെ. ഇതൊക്കെ പഠിച്ചത് എങ്ങനെയാ ഈ പാചകം? വീഡിയോസ്. സത്യം പറയുകയാണെങ്കിൽ നമ്മള് ഞാൻ എന്തിട്ടാലും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊരു കഴിവാണ് അല്ലേ? പാചകത്തിൽ ഒരു കഴിവ്. ഇവളാണോ മെയിൻ കുക്ക്? ഒരു സിസ്റ്ററും കൂടെ ഉണ്ട്. ആളും ഈ 2 ഇത്തമാരായിട്ടാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇവരോടൊക്കെ ആലോചിച്ചിട്ടാണോ ഈ പ്ലാൻ ഇടുന്നത്? എല്ലാத்தைയും ഞാൻ ചോദിച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്തത്. നമ്മളിപ്പോ തുടങ്ങുന്ന 2:30 മുതൽ 11 o'clock വരെയാണ്. പക്ഷെ നമ്മളിനി രാവിലെ മുതൽ, എനിക്കിപ്പോ എക്സാം കഴിഞ്ഞത്, അപ്പൊ എക്സാം കഴിയുമ്പോ എനിക്ക് ഇനി ഫ്രീ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏത് കോഴ്സാ പഠിക്കുന്നത്? CA. ഞായറാഴ്ച ദിവസം ഉണ്ടാ? ഞായറാഴ്ച ഉണ്ട്. മന്ത് എൻഡിലെ ഞായർ മാത്രമേ ഇല്ല. ശരി. എന്തായാലും ചേച്ചിമാരും അനിയത്തിയും കൂടെ മുന്നോട്ടേക്ക് പോട്ടെ. നമുക്കിനി വലിയൊരു ഷോപ്പൊക്കെ വന്ന്. പേരൊന്നും കൂടി പറഞ്ഞേ. പേര് ട്രോപ്പിക്കൽ ബൈറ്റ്. ഏലാഞ്ചി. ഞാനിതൊക്കെ മലബാറിൽ പോയപ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മലബാർ ബൈറ്റ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് കഴിക്കും. പിന്നെ ഇത് ചട്ടിപ്പത്തിരി, ഇത് വെജ് ബോള. ഇതിൻ്റെ തന്നെ ചിക്കൻ ബോളയും ഉണ്ട് അല്ലേ? മധുരത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടാ. അതിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതൊന്നാലും രുചിയൊക്കെ ഞാൻ പറഞ്ഞാൽ 2ാമത്തെ കാര്യമാണ്. ഞാൻ ആദ്യം റെസ്പെക്ട് ചെയ്യുന്നത് ഇവരുടെ ആ ഒരു വിൽ പവറാണ്. കാരണം വീട്ടുകാർ പോലും ആദ്യം ചോദിച്ചു ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരണോ. പ്രത്യേകിച്ച് ഇതങ്ങനെ വലിയൊരു ഭയങ്കര ടൗണൊന്നുമല്ല. അപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലെയുള്ള ഒരു സ്ഥലമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പെൺകുട്ടികൾ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങിയാൽ വിജയിക്കുമോ എന്നൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റം ഒന്നും നമ്മുടെ ഒരു കണ്ടന്റ് അല്ല. നമ്മൾ ഏറ്റവും നാടൻ ഭക്ഷണം അങ്ങനെയൊക്കെയല്ലേ കാണിക്കണം. ഞാൻ വന്നതെന്ന് വെച്ചാൽ എനിക്ക് അസ്നി അയച്ച ഒരു മെയിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ച ഒരു മെസ്സേജുമാണ്.
എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ചേച്ചി ഞാനൊരു 17 വയസ്സിൽ ഇതാ ഒരു ബിസിനസ് തുടങ്ങി, അപ്പോൾ എനിക്ക് അതൊന്ന് സപ്പോർട്ട് ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം, വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് തോന്നി എനിക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ അവൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ, സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ. അപ്പോൾ നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. ഞാൻ ആ കുട്ടിയുടെ തുടർ പഠനമൊക്കെ ഇനി ഇതിൻ്റെ ഒരു വിജയത്തിലാണ് അപേക്ഷിച്ചിരിക്കുന്നത്. നല്ല കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ചട്ടിപ്പത്തിരി, മൊത്തത്തിൽ സാധനങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. അവർ രണ്ടുപേരൊരു ഡെഡിക്കേഷനാണ്. രണ്ടുപേരല്ല, 3 പേര്. മൂന്നാമത്തെ ആൾ ഇങ്ങോട്ട് വരാൻ പോണേ ഉള്ളൂ. ആ 3 കുട്ടികളുടെ ഒരു ഡെഡിക്കേഷൻ ഇതിനകത്ത് നമുക്ക് ഓരോന്നിലും കാണാൻ പറ്റും. അവരിങ്ങനെ ഒരു കസ്റ്റമർ വരുമ്പോഴായാലും ഇവിടുത്തെ മൊത്തം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതായാലും എല്ലാം. ഇതാ വെജ് പോള, ഇതിൻ്റെ ചിക്കൻ പോള ഞാൻ കഴിച്ചിട്ടുണ്ട്, വെജ് പോള കഴിച്ചിട്ടില്ല. കൊള്ളാട്ടോ, ഇച്ചിരി എരിവുണ്ടെന്നേ ഉള്ളൂ എനിക്ക്. നിങ്ങൾക്ക് എരിവൊന്നും ഉണ്ടാവില്ല, പാകത്തിനായിരിക്കും. അങ്ങനെ ഉള്ളിയും കിഴങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർന്നുണ്ട്. ഇതാ കട്ടനിലും ഉണ്ട് വെറൈറ്റി. ഇതിപ്പോൾ മിൻറ്റ് കട്ടനാണേ, ജിഞ്ചർ കട്ടൻ. ഈ ഏലാഞ്ചി ചട്ടിപ്പത്തിരിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ 20 രൂപയാട്ടോ റേറ്റ് വരുന്നേ. അപ്പോൾ അതെ, ഇത് ആലു പൊറോട്ടയാണേ, ഇതും ഉണ്ട് ഇവിടെ വന്നാൽ. അപ്പം ഇതുപോലെ ഇങ്ങനെ ഒരു കോംബോയും ഉണ്ട്. അതായത് ഇതാ 3 പൊറോട്ട, പിന്നെ അതേ ചിക്കൻ്റെ എല്ലും ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കറി, പിന്നെ ഇതുപോലെ ഒരു ലൈം. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്കൂൾ കോളേജൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് 79 രൂപ കൊടുത്താൽ 3 പൊറോട്ടയും ഇത്രയും കറിയൊക്കെ കിട്ടുകയാണല്ലോ. അങ്ങനെയുള്ള പിള്ളേരുകളാണ് കൂടുതലും. അപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ കൂടി എങ്ങനെയാണ് കഴിച്ചതെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളിങ്ങനെ എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ കഴിക്കുന്നില്ല, ചിലതൊക്കെ കാണിച്ചിട്ട് അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കുക ചെയ്യുക നമ്മൾ. പിന്നെ കഴിക്കാൻ പിള്ളേരുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിക്കും. ഞാനിത് മൊത്തത്തിൽ കഴിക്കുമെങ്കിൽ ഞാൻ എന്നേ രോഗിയായി മാറിയിരുന്നു, അല്ലെങ്കിൽ എന്നേ വണ്ണം വെച്ച് തീർക്കേണ്ടവർ. അപ്പോൾ നമ്മളങ്ങനെ മൊത്തത്തിലല്ല. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കുറേ കമൻറ്റ് ഇത് തന്നെ വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ ഇതും കൂടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചിലവർക്ക് ലൈമ് വേണ്ടെങ്കിൽ ഇതിന് പകരം കട്ടൻ വേണമെങ്കിലും മേടിക്കാം കേട്ടോ. ചിക്കൻ നല്ലി എന്നാണ് കേട്ടോ അതിന് പേരിട്ടിരിക്കുന്നത്. കാരണം കറക്റ്റ് ഇങ്ങനെ ചിക്കൻ പീസുകളല്ല, കുറച്ച് എല്ലൊക്കെ വരുന്ന തരം, അങ്ങനത്തെ തരം കറിയാണ്. സൂപ്പർ. ഇവിടുത്തെ എല്ലാത്തിൻ്റെയും കഴിച്ചു നോക്കിയ സാധനങ്ങളുടെ ഒക്കെ മസാല ഭയങ്കര വ്യത്യാസം കേട്ടോ. ഭയങ്കര രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരുവനന്തപുരം സൈഡിൽ കിട്ടുന്ന ഒരു ഭക്ഷണത്തിൻ്റെ രുചിയേ അല്ല. സാധാരണ എല്ലായിടത്തും തരുമ്പോൾ പിള്ളേരൊക്കെ ചേച്ചി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കടയുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് തരുമെന്നാണ്. ഇങ്ങനത്തെ പിള്ളേർ ചുരുക്കമാണ് കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് ഒരു കടയുണ്ട്, എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ മെസ്സേജ് അന്ന് അത്ര ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് എനിക്ക് മെയിൽ അയച്ചു. അപ്പം ഞാൻ മെയിൽ നോക്കിയപ്പോഴാണ് ഇവളിങ്ങനെ പറയണം എനിക്ക് 17 വയസ്സേ ഉള്ളൂ, ഞാൻ ഒരു കട തുടങ്ങി, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, പ്ലീസ് ചേച്ചി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയച്ചിരിക്കുക. ഇതെനിക്ക് അവൾ മേടിച്ച് വെച്ചിരുന്ന ഗിഫ്റ്റാണ്, എന്നതാണെന്ന് അറിയില്ല. പൊട്ടിച്ച് നോക്കട്ടെ. അസ്മി എന്നാണ് അവളുടെ പേര്. കുപ്പിവളയായിരിക്കും, കാരണം എനിക്ക് എപ്പോഴും എല്ലായിടത്തു നിന്നും കിട്ടുന്ന ഗിഫ്റ്റുകൾ അതാണല്ലോ മെയിനായിട്ട്. ഇതാ നല്ല കളറ്, നല്ലൊരു ഗ്രേ കളറും ബ്ലൂവും. എൻ്റെ സൈസ് തന്നെയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു ബ്ലൂവും കൂടി ഉണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ. കാരണം ഇപ്പോൾ എനിക്കിനി എത്രയും വില പിടിപ്പുള്ള എന്ത് സാധനം തന്നാലും ഞാൻ ഹാപ്പി ആവണക്കായും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കുപ്പിവളകൾ കാണുമ്പോൾ. അതുകൊണ്ട് എന്നെ അറിയണ ആളുകൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും എനിക്ക് മേടിച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും കുപ്പിവളകളാണ് മേടിച്ചു തരാം. എല്ലാം കൂടി കുറേ ആയിട്ടുണ്ട് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം യൂട്യൂബ് വീഡിയോയിൽ ആരോ കമൻറ്റ് ഇട്ടു ചേച്ചി കുപ്പിവള കളക്ഷൻസ് കാണിക്കണേന്ന്. കൊള്ളാമല്ലേ? അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭക്ഷണമാണ്. ഭക്ഷണത്തെക്കാൾ ഉപരി ഞാൻ പറഞ്ഞ പോലെ ഈ കുട്ടികളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അവരുടെ പേരൻസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും ചിലവും ഒക്കെ നോക്കാൻ ഈ 17-18 വയസ്സിലൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് മാതൃകയാവട്ടെ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.